നീ അവിടെ നടന്ന ബോളൊന്നും കേട്ടില്ലേ? ആ കേട്ട്. പിന്നെ വരാത്തത് എന്തിന്? എടി അവര് തമിഴടിച്ചെത്ത ആര് സമാധാനം പറയും? ആരാണോ കൊന്നത് അവര് സമാധാനം പറയും. പറ ലക്ഷ്യം വിളിച്ചോണ്ടോ. ഈ പിള്ളേർ ഇടയിൽ കിടന്ന് പിടികൂടി എന്റെ 2 കൈ പോയി. പോയോ? നന്നായി, കണക്കായിപ്പോയി. സ്വന്തം കൈയാണ്, സ്വന്തം ശരീരം ഓർമ്മ വേണം. വയ്യാത്താണല്ലോ, അതെന്താ ഓർക്കാഞ്ഞത്? ഇപ്പൊ അങ്ങനെ ആയ പിന്നെ എങ്ങനെ വേണം? ലക്ഷ്യം വന്നല്ലേ? വന്നാ? എന്തിനു വന്ന്? നീ എന്താണ് ഇങ്ങനെ സംസാരിക്കണത്? എന്റെ കൊച്ചു എന്തോ വലിയ വിഷയത്തെ കുടുങ്ങിയിരിക്കുകയാണ്. ഓ, അതെനിക്ക് അപ്പോഴേ മനസ്സിലായതാ. അത് കണ്ടുപിടിക്കാൻ പോയി എന്നെ കാലേ വരെ തറയിട്ട്. അത് മാത്രമല്ല, ചേച്ചി ഫോൺ വിളിക്കുന്ന ഒരു വിധത്തിൽ നൈസിൽ ഇങ്ങനെ എത്തി കേട്ട് ഞാൻ മൂക്കും കുത്തിയാണ് തറ വേണത് ജനലിന്റെ മുകളിൽ നിന്ന്. ലച്ചു, എന്താണ് പ്രശ്നം? പറയുന്നെങ്കിൽ ഇപ്പൊ പറയണം, പിന്നെ പറയാൻ കേൾക്കാൻ സൗകര്യം ഉണ്ടാവൂല. അതമ്മ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ക്ലോസ് ഫ്രണ്ട് ഒന്നും അല്ല, ഫ്രണ്ടാണ്. പേര് നിരഞ്ജന. നല്ല പേര്. അവളൊരു പാവം കൊച്ചായിരുന്നു. ഓ പാവം. ശരിക്കും അവളുടെ വീട് എവിടെയാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ദൂരം എവിടെയാണെന്ന് എനിക്കറിയാം. പാവം, വല്ല നാട്ടിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്നായിരിക്കും. ആ കൊച്ചിപ്പോ ഇവിടെ. അതാണ് ഞാൻ തപ്പണത്. നീ എന്തിനാ അവളെ തപ്പണേ? അത് അവളെ പറ്റി ഒരു അറിവുമില്ലമ്മ. വീട് തപ്പിപ്പിടി. ആ വീടൊക്കെ തപ്പി പിടിച്ച് വന്നപ്പോഴാണ് അവളുടെ ശരിക്കുള്ള വീട് വയനാട്ടിലാണെന്ന് ഞാൻ അറിയണത്. ഈ വയനാട് എന്ന് പറയുമ്പോ കൽപ്പറ്റ സുൽത്താൻ ബത്തേരിയ? വയനാടാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഇടയ്ക്ക് ഒരു കോണ്ടാക്ട് കിട്ടിയപ്പോഴത്തേക്കും അവള് പഠിക്കണത് ബാംഗ്ലൂരാണെന്ന് മനസ്സിലായി. പക്ഷെ ശരിക്കും അവള് പഠിക്കണത് മൈസൂരാണ്. അവളുടെ പേര് നിരഞ്ജന. അവള് പഠിക്കുന്നത് ബാംഗ്ലൂര്. അവള് ശരിക്കും പഠിക്കുന്നത് മൈസൂര്. അവളുടെ വീട് വയനാട്. ഇത്രയും മനസ്സിലായി. ബാക്കി പറ. ശരിയാണ്, ബാക്കി പറ. അല്ല, അവളെ ഒരു മുങ്ങി വെച്ചാ അതും എല്ലാരെയും പറ്റിച്ചോണ്ട്. അത് മോശമല്ലേ? ശരി, പറ്റിച്ചോണ്ട് പോയി. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല, അവള് കുറച്ച് പൈസ കടം ചോദിച്ചപ്പോ ഞാൻ അത് ഇട്ട് കൊടുത്തായിരുന്നു. എത്ര? 2000 25,000. അയ്യോ, തപ്പിപ്പിടി കൊച്ചിന് അവിടെ വെച്ചാൽ കണ്ടുപിടി. ക്യാഷ് കൊടു, അല്ലെങ്കിൽ ക്യാഷ് കൊടു. അച്ഛാ, അതിന് ആകപ്പാടെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ നമ്പർ. അതിപ്പോ വിളിച്ചിട്ടാണെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയയും. എനിക്ക് അറിയാൻ പാടില്ല അവൾ എവിടെയാണെന്ന്. ഇത് സിദ്ധു അറിഞ്ഞായിരുന്നോ? സിദ്ധുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. സിദ്ധു പറഞ്ഞു സാരമില്ല പോട്ടെ, ഇനി ആരും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ സോറിയൊക്കെ പറഞ്ഞു. ഇനി ആർക്കും ഞാൻ പൈസയും കടം കൊടുക്കൂല എന്ന് പറഞ്ഞു. 25,000 രൂപയല്ലേ, സാരമില്ല പോട്ടെ. ചേച്ചി എങ്ങനെ പിടിച്ചേക്കുന്ന ചേച്ചി? എടാ, ഒരു ജീവിതമാകുമ്പോ അതിനകത്ത് സങ്കടങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതിനിപ്പോ എന്താ? അച്ഛാ, ഇതിപ്പോ ഞാനൊരു നന്മ ചെയ്ത് അത്രയല്ലേ ഉള്ളൂ. നിരഞ്ജന, അവള് വഞ്ചിച്ചതേ എന്നെയല്ല, അവളെ തന്നെയാണ്. ലച്ചുവേ, എന്തായാലും പറ്റിയത് പറ്റി. ഇനി ജീവിതത്തിൽ ഒരാൾക്കും പൈസ കടം കൊടുക്കരുത് ആവശ്യമില്ലാത്ത കാര്യത്തിന്. പിന്നെ നിനക്ക് സമചിത്തതയുണ്ട്, അതെന്തായാലും നന്നായി. ഇതൊക്കെ എത്ര കണ്ടതാമേ. ഈ പേരിൽ നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. കേശു, സാരില്ല കേട്ടോ, പോട്ടെ. സമ്മതിക്കണ കേട്ടാ, എന്ത് കൂളാ നോക്കി. ഒരു തുള്ളി കണ്ണീര് വന്നില്ല. ബോർഡാണ്, ബോർഡ്. അയൺലേഡി. അവളേ പടവലം ഭവാനിയമ്മയുടെ കൊച്ചുമോളാ. പടവലാൻ ഈസ് ഗ്രേറ്റ്. പടവാനിയാ? ഭവാനി ഈസ് ഗ്രേറ്റ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീലേ, ക്യാഷു നോക്കടാ. കമന്നത് ചിരിക്കണത് ഭയങ്കര ബോൾഡ് തന്നെ കേട്ടാ. പൈസ വാങ്ങിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ലച്ചേച്ചി എന്തിനാ ചിരിക്കണത്? ലച്ചേച്ചി കൊല്ലും ഞാൻ നല്ലാത്തില്ല, നോക്കിക്കോ. അച്ഛനറിയാം, അച്ഛൻ്റെ 25,000 പെണ്ണ് കൊണ്ടുപോയത്. 25,000 പെണ്ണ് കൊണ്ടുപോയാ? എങ്ങനെ സഹിക്കുമല്ലോ ദൈവമേ. അയ്യോ, പടവലം ലച്ചു കരയണ. അവളുണ്ടല്ലോ നിരഞ്ജന, അവളെന്റെ കൈ കിട്ടിട്ട് 2 അടിയും വലിച്ചു കീറും, നോക്കിക്കോ. ജന്തു. ലച്ചു കരയല്ലേ? ലച്ചു പതുക്കെ കരയണമെങ്കിൽ പൈസ കരയാൻ നമുക്ക് കിടന്ന് ചിരിക്കണ. പറഞ്ഞ കിടന്ന് ചിരിക്കണാന്ന്. മക്കളെ, ഇങ്ങനെ കിടന്ന് നിലവിളിച്ച് ആൾക്കാർ എന്റെ കാറ്റ് പോയെന്ന്. എന്റെ 25,000 എന്നാലും പോയില്ല അച്ഛാ. എന്റെ കെട്ടിയവൻ രാമനോ പകർന്നു ഇല്ലാതെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അതാണ് ആ പെൺകുറിച്ച് കൊണ്ടുപോയത്. സംയമനം പാലിക്ക്. പോ അച്ഛാ അവിടുന്ന്. പോയത് അച്ഛന്റെ പൈസ ഒന്നുമല്ലല്ലോ, എന്റെ പൈസ അല്ലേ. ആ സിദ്ധു ഉണ്ടല്ലോ
ദൈവമേ ഞാൻ എങ്ങനെ സഹിക്കും. അവളുണ്ടല്ലോ നല്ല 500ന്റെ പച്ച നോട്ടായിരിക്കും ATM വലിച്ചിട്ടുണ്ടാവുക. അയ്യോ 25,000 രൂപ. ആ 25,000 എത്ര ജോഡി ഡ്രസ്സ് മേടിക്കായിരുന്നു, എന്തോരം ബിരിയാണി കഴിക്കായിരുന്നടാ കേശുവേ. അയ്യോ ലച്ചുവേ എന്താ അല്ല, കരയണ്ട കരയണ്ട കരയണ്ട, പോട്ടെ കരയണ്ട. ഇനി നിനക്ക് ഈ മനസ്സിന് സമാധാനം കിട്ടുന്നിടം വരെ കരയണമെങ്കിൽ കരഞ്ഞോ. പോട്ടെ. ഇനി ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുത്താൽ മതി. ഓ ഇനിയിപ്പോ ഞാൻ പൈസ കൊടുക്കണായിരിക്കും ആർക്കെങ്കിലും അല്ലേ? ഇപ്പൊ കൊടുത്തൊന്നും പോരാ. മക്കളെ ലച്ചു പോട്ട് പോട്ട്. പൈസ പോട്ടേന്നല്ലേ? അല്ല പോയത് പോട്ട്, അത് വിഷമിക്കാതെ മക്കൾ ചെന്ന് കിടന്ന് ഉറങ്ങും, കുറച്ച് സമാനം കിട്ടിട്ട്. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? കൈയും കാലൊക്കെ തളരാണ്. ഞാൻ എടുത്തോണ്ട് വരാം. ശരിയാണ്, ഇച്ചിരി വെള്ളം കൂടി ചെയ്യുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. എന്നാലും എൻ്റെ അച്ഛാ 25,000 രൂപ. പോട്ടെ ലച്ചു, എന്ത് ചെയ്യാന്, അമ്മയ്ക്കും പറ്റിയിട്ടുണ്ട് ഇതുപോലത്തെ അബദ്ധം. അതൊക്കെ നീ ഇപ്പൊ പറയണേ. എൻ്റെ കൊച്ചു തളർന്നു പോയടി, തളർന്നു പോയി. ഇത്തിരി വെള്ളം കൂട്. എടാ കേശു, വെള്ളം കൊടുക്കണോ? പറഞ്ഞ ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടുപോകണോ? വേണ്ട. വെള്ളം. അയ്യോ എന്നാലും എൻ്റെ കാശ്. ഇപ്പൊ ഓക്കെ ആയി. നീ കുറേ ദിവസത്തേക്ക് 500ന്റെ നോട്ട് കൊച്ചിനെ കാണിക്കരുത്. 500 നോട്ട് എങ്ങാനും എന്നെ കാണിച്ചാല് എനിക്ക് അവളുടെ മുഖം ഓർമ്മ വരും. നോക്കിക്കോ, കയ്യിലെങ്ങാനും കിട്ടട്ടെ, കൊല്ലി ഞാൻ അവളെ. വാ മക്കളെ ചെന്ന് കിടക്കാം, വാ ചെല്ല്. ക്യാഷ് പിടിച്ചോണ്ട് പോ മക്കളെ, ചെന്ന് കിടത്ത് കട. ചേച്ചി വായിച്ചി. അച്ഛാ ഓ ഈ കിടക്കണ കിടപ്പിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ദയവ് ചെയ്ത് അവളെ വിടരുത്, പൊക്കണം കേട്ടല്ലോ. മക്കളെ ഈ അവസരത്തിൽ അച്ഛൻ വേറെ ഒന്നും ചോദിക്കണമെന്ന് വിചാരിക്കരുത്. മക്കളെ അച്ഛനൊരു 10,000 രൂപ കടാറ്റൊന്ന് പിന്നെ തരാം.